വേദനകൾ എന്തുകൊണ്ട് കൂടുതൽ വേദനാജനകമാകും? എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും മഹത്തരമായ പാഠങ്ങളിൽ ഒന്ന്. അതാണ് അതിൻ്റെ ഉത്തരം. വേദനകളെ നിരസിക്കുമ്പോഴാണ് വേദനകൾ കൂടുതൽ വേദനാജനകമാകുന്നത്. വേദനകളെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ, സന്തോഷത്തോടെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് നമുക്ക് സമ്മാനിക്കുന്നത് ലാളനകളായിരിക്കും. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഈ മഹത്തരമായ പാഠം പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം അടുത്ത സമയത്താണ് ഞാൻ വായിക്കാനിടയായത്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ അറിവുകളും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോധതലത്തിൽ വരുന്ന ചിന്തകൾ മറ്റുള്ള ആൾക്കാരുടെയും ബോധതലത്തിലുണ്ട് എന്നുള്ള ഒരു വലിയ പാഠം കൂടി എനിക്കതിൽ നിന്ന് പഠിക്കാനായി സാധിച്ചു. എന്തറിവുകളും ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞ മഹത്തരമായ വാക്കുകൾ ഇങ്ങനെയാണ്: വാട്ട് യു റെസിസ്റ്റ് not only will persist but will grow in size. അതായത് നമ്മൾ എന്തിനെയാണോ നിരസിക്കുന്നത് അത് നമ്മളിൽ നിലനിൽക്കുക മാത്രമല്ല, അത് അതിൻ്റെ വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതലാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിലേക്ക് വരുന്ന വേദനകളെ നമ്മൾ ഉൾക്കൊള്ളാതെ നിരസിക്കുമ്പോൾ ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന വേദനകൾ നാളത്തേക്ക് മാറ്റിവെക്കപ്പെടുന്നു. അപ്പോൾ നാളത്തെ വേദന അതും കൂടി ചേർത്ത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഞാനിത് ഒരു സ്കൂൾ കുട്ടിയുടെ ഹോംവർക്കിൻ്റെ എക്സാമ്പിൾ പലപ്പോഴും പറയാറുണ്ട്. അതായത് ഇന്ന് കുട്ടി ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഹോംവർക്ക്, നാളത്തെ ഹോംവർക്ക്, അടുത്ത ദിവസത്തെ ഹോംവർക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്ന് പറയുന്നത് പോലെ നമ്മൾ സഹിക്കേണ്ട, നമ്മൾ അനുഭവിക്കേണ്ട പ്രാരാബ്ധ കർമ്മങ്ങൾ ഇന്ന് നമ്മൾ സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കപ്പെടും. നാളേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതുകൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിഹാരവും ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വീകരണ മനോഭാവം, അക്സെപ്റ്റൻസ്. അതെ, ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ദ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു നിയമത്തിലൂടെയാണ്. അവിടെ പറയുന്ന 3 കാര്യങ്ങളാണ് ദീപക് ചോപ്രയുടെ 7 സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് പ്രതിപാദിക്കുന്നു. അവിടെ അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളാണ് ദ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട്, അക്സെപ്റ്റൻസ്, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, ഡിഫെൻസ്ലെസ്നെസ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെയിനെ നമുക്ക് വളരെ നിസ്സാരമായി ബെയർ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ പല ആഗ്രഹങ്ങൾക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ആഗ്രഹങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് മനുഷ്യൻ നടക്കുന്നതിനെയും കാട്ടിയും നല്ലത് അന്നന്ന് നമ്മളിലേക്ക് വരുന്ന ജീവിത സാഹചര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 23 ഡേയ്സിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറവിയെടുത്തിരിക്കുന്നത് എന്തിനാണ്? അത് നമ്മളുടെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എവിടെയോ എഴുതിയിട്ട ഒരു വാചകമാണ്: പെയിൻ ഇസ് എ ഡോർ ടു പ്യൂരിഫിക്കേഷൻ വിച്ച് ഈസൻറ്റ് ഓപ്പൺഡ് ബൈ മെനി. അധികമാരും തുറക്കാത്ത ആത്മശുദ്ധീകരണത്തിൻ്റെ വാതിലാണ് വേദന. അതെ, വേദനയിലൂടെയാണ്, അല്ലെങ്കിൽ വേദന നമ്മൾ സഹിക്കുന്നതിലൂടെയാണ് നമ്മളുടെ ആത്മശുദ്ധീകരണം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും വേദന അനുഭവിക്കുന്നു. പക്ഷേ ഈ വേദന അനുഭവിക്കുന്നതിൽ വളരെ ചെറിയൊരു ശതമാനം ജനങ്ങൾ മാത്രമാണ് വേദനകളെ അവരുടെ വിജയങ്ങളാക്കി മാറ്റുന്നത്. ആരാണ് ആ ഒരു ചെറിയ ശതമാനം? അതെ, ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം. ആരാണോ തൻ്റെ വേദനകളെ സ്വീകരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അംഗീകരിക്കുന്നത്, അതിൽ നിന്ന് മഹത്തരമായ പാഠങ്ങൾ പഠിക്കുന്നത്, ആ ജീവിത പാഠങ്ങളെ ആരാണോ കൺസിസ്റ്റൻസിയോടുകൂടി ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവരാണ് ജീവിത വിജയം നേടിയെടുക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ വേദനകളെ എങ്ങനെ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം, അംഗീകരിക്കണം എന്ന് പഠിക്കണമെങ്കിൽ, നിങ്ങളുടെ വേദനകളെ വിജയങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നിങ്ങളുടെ ജീവിത പുരോഗതിയിലേക്ക്.